എന്താണ്. ഇപ്പോൾ വലിയൊരു അപകടത്തിൻ്റെ വാർത്ത വരികയാണ്. കോഴിക്കോട്ടാണ് അപകടം. 2 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിൻ്റെ സ്ലാബ് വീണ് തൊഴിലാളികൾ കുടുങ്ങി എന്ന ആശങ്കപ്പെടുന്ന വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. 2 പേരെ പുറത്തെടുക്കാനുള്ള ശ്രമം നടക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി. കോഴിക്കോട് വലിയങ്ങാടിയിലാണ് ഈ അപകടമുണ്ടായത്. സ്ലാബ് വീണുണ്ടായ അപകടമെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. 2 പേരെ പുറത്തെടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ അവിടെ നിന്ന് രാഹുൽ KB പങ്കുവയ്ക്കുകയാണ്. ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. 3 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. വലിയ അപകടമാണ് സംഭവിച്ചതെന്നതാണ് പ്രാഥമിക വിവരങ്ങളിൽ തന്നെയുള്ളത്. രാഹുലുണ്ട്. രാഹുൽ പറയൂ, 3 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു, ആശുപത്രിയിലേക്ക് മാറ്റി. 2 പേർ കൂടിയാണോ ഇനിയുള്ളത്? രതീഷ്, വലിയങ്ങാടിയിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ തുടർന്നു വരികയാണ്. ഫയർഫോഴ്സ് എത്തി ഈ സ്ലാബിന്റെ ഭാഗങ്ങൾ വെട്ടി മുറിച്ചതിന് ശേഷമാണ് അടിയിൽ കുടുങ്ങിയവരെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടന്നു വരുന്നത്. ഈ ആളുകൾ, അതായത് തൊഴിലാളികൾ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ വിധത്തിൽ അപകടമുണ്ടായത്. ഇതിപ്പോൾ പഴയൊരു കെട്ടിടമാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. അതിൻ്റെ സൺഷെയ്ഡ് സ്ലാബ് അതാണ് അടർന്നു വീണത്. നല്ല വലിപ്പത്തിലുള്ള ഒരു ഭാഗം തന്നെയാണ് അടർന്ന് തൊഴിലാളികളുടെ ദേഹത്തേക്ക് വീണത്. 3 പേരെ ഉടനെ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2 ആളുകളാണ് ഈ സ്ലാബിനടിയിൽ ഉണ്ടായിരുന്നത്. അല്പസമയം മുൻപ് അതിലൊരാളെ കൂടി ഈ സ്ലാബ് ഫയർഫോഴ്സ് മുറിച്ചു മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷമുള്ള രക്ഷാപ്രവർത്തനമാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളേതായാലും കണ്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ കാണാം, സൺഷെയ്ഡിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ് അടർന്നു വീണത്. ഏതായാലും അദ്ദേഹത്തെയും പുറത്തേക്ക് എടുക്കുകയാണ്. അത് മുറിച്ച് നീക്കിയതിന് തൊഴിലാളികളെയൊക്കെ ചേർന്ന് ഈ സ്ലാബ് മുറിച്ച് നീക്കിയതിന് ശേഷമാണ് പുറത്തേക്ക് ഏതായാലും എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഗുരുതരമായൊരു അവസ്ഥയിലാണ് അദ്ദേഹവും ഉള്ളത്. എന്തായാലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളൊക്കെ ചേർന്നുള്ള രക്ഷാപ്രവർത്തനമാണ് വളരെ ഊർജിതമായി തന്നെ പുരോഗമിച്ചു വരുന്നത്. ഏതായാലും ആളുകളെ നിലവിൽ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഉടനടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ഈ തൊഴിലാളികൾ, ജോലിക്ക് വന്ന ആളുകളൊക്കെ ചേർന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതുപോലെ കെട്ടിടത്തിന്റെ ഭാഗം അടർന്നു വീണത്. എത്ര പേരുണ്ടായിരുന്നു? മൊത്തം അവിടെ എത്ര ആളെന്നുള്ളത് അറിയില്ല. എന്നാലും ഉള്ള ആളുകൾ ഫുള്ളായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. വിഷമത്തിലുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ രാവിലെ ജോലിക്ക് വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഭവിച്ചിട്ടുള്ളത്. ആരൊക്കെ ഇനി അടിയിൽ കുറിക്കുന്നത് പറയാൻ പറ്റില്ല. ഫയർഫോഴ്സ് എന്തായാലും നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഒരു ഉഗ്രശബ്ദത്തോട് കൂടിയിട്ടാണ്. ഞങ്ങളൊക്കെ തൊട്ട തന്നെ എല്ലാവരും ഉണ്ട് ആ സമയത്ത് തന്നെ. അപ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടത്, ഏത് ചെയ്യേണ്ടത് പെട്ടെന്ന് തരുത്തു. എല്ലാവരും ആളുകൾ ഒരു ഒച്ചും വിളി ഉണ്ടായപ്പോൾ നല്ല ശബ്ദത്തോട് കൂടിയിട്ടാണ് കെട്ടിടം ഒന്നായിട്ട് സൺസൈഡ് താഴത്തേക്ക് വീണ്ടുള്ളത്. അപ്പോൾ ഫയർഫോഴ്സൊക്കെ അതിന് ശ്രമം നടത്തി. ഇനി അതിൻ്റെ ഉള്ളിൽ ആളുകൾ കുടുങ്ങിയെന്നുള്ളത് കാരണം തൊഴിലാളി രാവിലെ തന്നെ ആ ഭാഗങ്ങൾ ഉണ്ടാവുക. തൊഴിലാളികളൊക്കെ തന്നെ രാവിലെ ആ ഭാഗത്താണ് ഉണ്ടാവല്. എല്ലാവരും ആ ഭാഗത്താണ് ഉണ്ടാവല്. അപ്പോൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസ് വരിക കൂടിയാണ്. വിധത്തിൽ വളരെ ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് സ്ഥലത്ത് പുരോഗമിച്ചു വരുന്നത്. രതീഷ, ഏതായാലും കൃത്യമായി എത്ര പേര് ഇതിനടിയിൽ ഉണ്ടായിരുന്നു, അപകട സമയത്ത് ഉണ്ടായിരുന്നു എന്നൊരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഉടനെ തന്നെ, അതായത് തൊഴിലാളികൾ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് കെട്ടിടത്തിന്റെ സ്ലാബിന്റെ സൺഷെയ്ഡിന്റെ ഭാഗം അടർന്നു വീഴുകയാണ് ഉണ്ടായത്. 3 പേരെ ആദ്യമേ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഒരാളെ കൂടി ഫയർഫോഴ്സ് എത്തി ആ ഒരു ശ്രമത്തിനൊടുവിൽ പുറത്തേക്ക് എടുത്തു മാറ്റി. അതിനുശേഷം ഒരാൾ കൂടിയാണ് ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തെയും കൂടി ഏതായാലും ഈ സ്ലാബിന്റെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയൊക്കെ കുറച്ച് ഏറെ പാടുപെട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ, പോലീസിന്റെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ പുരോഗമിച്ചു വരുന്നുണ്ട്. ഏതായാലും സമീപത്ത് തന്നെയുള്ള ആശുപത്രിയിലേക്കാണ് എല്ലാവരെയും കൊണ്ടുപോകുന്നത്. ചേട്ടാ, എല്ലാവരെയും പുറത്തെടുക്കാൻ പറ്റുമോ? ഇനി ഉണ്ടോ അറിയില്ല. അപ്പൊ 3-4 ആൾക്ക് ഇപ്പൊ പുറത്തെടുത്തു നോക്കുന്നേ ഉള്ളൂ. അതായത് ഇവരെല്ലാവരും കൂടെ ചായ കുടിച്ചതിന് ശേഷം സംസാരിച്ചിരിക്കായിരുന്നോ? അവര് പണി തുടങ്ങിയതിന് മുമ്പുള്ള ഒരു ഇരിപ്പുണ്ടല്ലോ, ആ ഇരുന്നതാ. പണി തുടങ്ങാൻ അയക്കുന്നോലെ നേരെ അവരെ ദേഹത്തേക്കാണ് ഈ സ്ലാബ് വീണതല്ലേ? ഇരുന്ന് സംസാരിക്കുന്ന വണ്ടിക്കാർ ഡ്രൈവറിനൊക്കെ വണ്ടിയില്ല ഡ്രൈവറൊക്കെ ഇത് ഈ ലോറിയുടെ ഡ്രൈവർ ഉൾപ്പെടെയാണ് അവിടെ ഇരിക്കലാണല്ലോ സ്ഥിരമായിട്ട്. അവർ ഇന്ന് സമയമായാലും പോലെ വണ്ടി എടുത്ത് പോക്കാണ്. ലോഡ് കൈ കഴിഞ്ഞാൽ അങ്ങനെ എത്ര പേരാണെന്ന് കൃത്യം അറിയോ? 4 ആളെ കിട്ടി നോക്കണം. തെറ്റ് വേണം. 4 ആളെ
അതുതന്നെയാണ് ഏതായാലും ഈ സ്ലാബിൻ്റെ ഭാഗങ്ങൾ ഇവിടെ ഉള്ളതിൻ്റെ അടിയിൽ ഇനി ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള തിരച്ചിലാണ് നിലവിൽ നടത്തി വരുന്നത്. കാരണം ആർക്കും കൃത്യമായി അറിയില്ല. അങ്ങനെ തൊഴിലാളികൾ ഒക്കെ തന്നെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അടർന്ന് താഴേക്ക് വീണിട്ടുള്ളത്. കൃത്യമായി എത്ര ആളുകൾ ഉണ്ടെന്ന് അറിയില്ലാത്തത് കൊണ്ട് തന്നെ ആ സ്ലാബ് മാറ്റി ഇനി ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഏതായാലും നിലവിൽ ഫയർഫോഴ്സും ഒപ്പം തൊഴിലാളികളും ഒക്കെ തന്നെ വളരെ ഊർജിതമായി നടത്തി വരുന്നത്. അതിൽ നിന്ന് പുറത്തെടുത്ത ആളുകളെ ആശുപത്രിയിലേക്ക് അടിയന്തരമായി തന്നെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സ്ഥലത്ത് ഇവരെ വേഗത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് ഗതാഗത നിയന്ത്രണം ഒക്കെ തന്നെ ഏർപ്പെടുത്തിയാണ് ഏതായാലും വളരെ ഊർജിതമായി ആ ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതൊരു പഴയ കെട്ടിടമാണ്, അതിൻ്റെ ഭാഗമാണ് അടർന്ന് ഏതായാലും താഴേക്ക് വീഴുകയും ചെയ്തിട്ടുള്ളത്. കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ ബിൽഡിംഗ് ആണ്. കോർപ്പറേഷൻ ബിൽഡിംഗ് കുറെ കാലം ഇത് നടക്കാതെ കോർപ്പറേഷന്റെ പഴയ ബിൽഡിംഗ് ആണ്. അത് വീട് ചൂട്ടിലാളുണ്ടോ നോക്കുക. മൂന്നാളുടെ ഉള്ളിൽ മൂന്നാളും കൊണ്ടുപോയി. 3 ഹോസ്പിറ്റലിലെ കൊണ്ടുപോയി. അതാണ് കോർപ്പറേഷന്റെ കെട്ടിടമാണ് എന്നാണ് ഇവിടെയുള്ള തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നത്. എല്ലാവരും പുറത്തെടുത്തോ? പുറത്ത് ഒരുവിധ കിട്ടിയ ആൾക്കാരെ കണ്ടു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ എന്നുള്ള അറിയില്ല, പറയാൻ പറ്റില്ല. കാരണം കുറെ ആൾക്കാർ റെസ്റ്റിന് വന്ന് ഇരിക്കുന്ന സ്ഥലത്ത്. എത്ര പേരെ ഇപ്പം കൊണ്ടുപോയി? 4 പേരെ കൊണ്ടുപോയിക്കുന്നു. 4 പേരെ. ഈ വലിയ സ്ലാബ് അവരുടെ മേത്തേക്കാ വീണതല്ലേ? ഒന്നായി കുറെ ഇത് തൂങ്ങിക്കെടുക്കുന്നത്. കോർപ്പറേഷൻ ശ്രദ്ധിക്കാറ്റില്ല. കോർപ്പറേഷന്റെ ബിൽഡിംഗ് അത് കോർപ്പറേഷൻ ശ്രദ്ധിക്കാത്ത പ്രശ്നമാണ് കാണുന്നത്. ഇത് കുറെ ഇങ്ങനെ ഒരു ഭാഗം തൂങ്ങിക്കെടുക്കുന്നത്. ഇത് അടർന്ന് വീഴാനുള്ള കുറച്ചായി കെടുക്കുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടത്. ഇത് തൊഴിൽ മേഖല അല്ല, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഏരിയ അല്ലേ ഇതൊക്കെ. ഏതായാലും കോർപ്പറേഷന്റെ ഒരു കെട്ടിടമാണ്, പഴയ കെട്ടിടമാണ്. ഈ ഭാഗം അടർന്നു വീഴാൻ ഉള്ള ഒരു അവസ്ഥയിലായി കുറേ ദിവസങ്ങളായി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഏതായാലും നിലവിൽ നമുക്ക് കണ്ട ആളുകളെയൊക്കെ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ആ ഒരു കെട്ടിടത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഇരുചക്ര വാഹനം, ഒരു ബൈക്ക് അടക്കം ഇത് സ്ലാബിനടിയിൽ കുറെ ഉണ്ടല്ലേ, കുറെ ബൈക്കുകളുണ്ട്. ബൈക്കൊക്കെ അതിൻ്റെ അടിയിലൊക്കെ ഉണ്ട്. പുതിയ ബൈക്കുകളാണ്. ഇതെല്ലാവരും പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ എല്ലാവരും റെസ്റ്റ് എടുക്കണ, പണി കഴിഞ്ഞാൽ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന ഏരിയ ആണ്. ഇത് ഗോഡൗൺ അല്ലേ? ഫുള്ള് ഗോഡൗൺ അല്ലത്. ഗോഡൗൺ അല്ലേ? ഗോഡൗണാ. ചുമട്ട് തൊഴിലാളികൾ ബാക്കിയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ചുമട്ട് തൊഴിലാളികൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഡ്രൈവർമാർ, ഇവിടെ വരുന്ന ഡ്രൈവർമാരുണ്ടാവും. അവരൊക്കെ വന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ്, 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്ന ഏരിയ അത്. നമ്മളിപ്പോൾ പുറത്തെടുത്ത് ആശുപത്രി കൊണ്ടുപോയ ആളുകളൊക്കെ അറിയാം. ഈ ഗാമയിൽ പണിയെടുക്കുന്ന 2 പേരുണ്ട്. ഇവിടെ ഡ്രൈവറുണ്ട്. പിന്നെ ഇത് ഗാമന്റെ വീടാണ്. അവിടുത്തെ ഒരു തൊഴിലാളി ഉണ്ട്. 4 പേരെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ. 4 പേരെ. അപ്പോൾ ലാസ്റ്റ് പുറത്തെടുത്താൾക്ക് കുറച്ചുകൂടെ പരിക്കുണ്ട്. അത് കോയെന്ന് പറഞ്ഞ ഒരാൾ, അയാൾക്ക് ലാസം പരിക്ക് ഓറാന്ന്. നമുക്ക് കൃത്യം എത്ര സമയം കൊണ്ട് എല്ലാവരും പുറത്തെടുക്കാൻ പറ്റിയിരുന്നു? അന്നേരം കണ്ടോലൊക്കെ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഞാനിപ്പോൾ അവിടുന്ന് വണ്ടീൻ്റെ മുകളിലിരുന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. പ്രതീക്ഷ, ഏതായാലും ഇപ്പോൾ നിലവിൽ നമ്മൾ കണ്ട ആളുകളെയൊക്കെ പുറത്തേക്ക് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്, ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ ഗോഡൗണുകളാണ്. അതായത് ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ അരി കച്ചവടത്തിൻ്റെയൊക്കെ ഗോഡൗണുകളാണ്. അപ്പോൾ തൊഴിലാളികൾ ഒക്കെ ഇവിടെ കൂടുതലായി ഒത്തുചേരുന്ന സ്ഥലമാണ്. ഒപ്പം ഈ ലോഡുമായി വരുന്ന ലോറികൾ അവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലം കൂടിയാണ്. അതിനൊപ്പം തന്നെയാണ് ഇരുചക്ര വാഹനങ്ങൾ കൂടുതലായി പാർക്ക് ചെയ്യുന്ന, കെട്ടിടത്തിനോട് ചേർന്ന് തണലൊക്കെ കിട്ടുന്നതിന് വേണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെ നിരവധിയായ സ്കൂട്ടറുകളും ബൈക്കുകളും ഒക്കെ ഈ സ്ലാബിനടിയിൽ പെട്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും നമുക്കിവിടെ ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒട്ടനവധി ബൈക്കുകൾ ഈ വരിവരിയായി നിർത്തിയിടുന്ന സ്ഥലമാണ്. അങ്ങനെ ഒട്ടനവധി ബൈക്കുകൾ ഈ സ്ലാബിനടിയിൽ പെട്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറം ഏറ്റവും പ്രധാനം, ഇനി ആരും ഈ സ്ലാബിനടിയിൽ പെട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പാക്കുക തന്നെയാണ്. അതിനുവേണ്ടിയുള്ള തിരച്ചിലൊക്കെ തന്നെയാണ് നിലവിൽ നടന്നു വരികയും ചെയ്യുന്നത്. ഏതായാലും പുറത്തേക്ക് കണ്ട ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതും ഇപ്പോൾ നിലവിൽ ആശ്വാസകരമായ കാര്യമാണ്. എങ്കിലും അടിയിൽ ആരെങ്കിലും പെട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള തിരച്ചിൽ നമുക്ക് ദൃശ്യങ്ങളിൽ ഫയർഫോഴ്സ് ഒപ്പം തൊഴിലാളികളൊക്കെ തന്നെ ചേർന്ന് ആ ഉപകരണങ്ങളും കട്ടിംഗ് മെഷീനൊക്കെ ഉപയോഗിച്ച് മാറ്റുകയാണ്. അപ്പം ആംബുലൻസ് സംവിധാനവും ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അടിയിൽ നിന്ന് കുടുങ്ങിപ്പോയ രീതിയിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഉടനടി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ആംബുലൻസ് സംവിധാനവും ഉണ്ട്.